ദൈവനാമത്തിൻ്റെ മഹത്വം. ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ എല്ലാ മാന്യ ശ്രോതാക്കൾക്കും എൻ്റെ സ്നേഹവന്ദനം. വെളിപ്പാട് പുസ്തകത്തിൻ്റെ 3-ാം ഭാഗമായ 7 കാഹളങ്ങൾ എന്ന വിഷയം നാം പഠിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. 11-ാം അധ്യായം 1 മുതൽ 4 വരെ വാക്യഭാഗത്ത് 7-ാം അധ്യായത്തിൽ ദൈവം കാലാകാലങ്ങളായി വിളിച്ച തൻ്റെ ദാസന്മാരെ തൻ്റെ ആത്മാവിനാൽ മുദ്രയിട്ട് വേർതിരിക്കുന്ന പ്രവൃത്തിക്ക് സമാന്തരമായി തൻ്റെ ആലയത്തെ അളന്ന് വേർതിരിക്കുന്നു. സഭാകാലഘട്ടത്തിൻ്റെ പ്രതീകമായ 42 മാസം കർത്താവിൻ്റെ 2 സാക്ഷികൾക്ക് പ്രവചിക്കുവാൻ വരം നൽകുന്നു. ഇത് സഭയുടെ സുവിശേഷീകരണത്തെയാണ് കാണിക്കുന്നതെന്ന് നാം മനസ്സിലാക്കി. ഈ 2 സാക്ഷികളെക്കുറിച്ച് നാം പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇന്ന് നമുക്ക് അവരെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാം. പ്രാർത്ഥനയോടെ ആയിരിക്കാം. ദൈവം നമ്മെ സഹായിക്കട്ടെ. 5-ാം വാക്യം: ആരെങ്കിലും അവർക്ക് ദോഷം ചെയ്യുവാൻ ഇച്ഛിച്ചാൽ അവരുടെ വായിൽ നിന്ന് തീ പുറപ്പെട്ട് അവരുടെ ശത്രുക്കളെ ദഹിപ്പിച്ചു കളയും. അവർക്ക് ദോഷം വരുത്തുവാൻ ഇച്ഛിക്കുന്നവൻ ഇങ്ങനെ മരിക്കേണ്ടി വരും. ദൈവമക്കൾക്ക് അല്ലെങ്കിൽ സഭയ്ക്ക് തങ്ങളുടെ ശത്രുക്കളുടെ മേലുള്ള അധികാരത്തെയും അവരുടെ ശക്തിയെയുമാണ് ഇവിടെ വെളിപ്പെടുത്തിയിരിക്കുന്നത്. ആരെങ്കിലും അവർക്ക് ദോഷം ചെയ്യുവാൻ ഇച്ഛിച്ചാൽ ദൈവമക്കൾക്ക് എതിരെയുള്ള ആലോചനകൾക്ക് പോലും അവരുടെ ശത്രുക്കൾ ശിക്ഷിക്കപ്പെടുമെന്ന് ഈ വാക്യം സൂചിപ്പിക്കുന്നു. അവരുടെ വായിൽ നിന്നും തീ പുറപ്പെട്ട് അവരുടെ ശത്രുക്കളെ ദഹിപ്പിച്ചു കളയും. ദൈവമക്കളുടെ വായിൽ നിന്നും പുറപ്പെടുന്ന ഈ തീ എന്താണ്? യിരെമ്യാവിൻ്റെ പുസ്തകം 5-ാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു: അതുകൊണ്ട് സൈന്യങ്ങളുടെ ദൈവമായ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, നിങ്ങൾ ഈ വാക്ക് പറഞ്ഞതുകൊണ്ട് ഇതാ ഞാൻ നിന്റെ വായിൽ എൻ്റെ വചനങ്ങളെ തീയും ഈ ജനത്തെ വിറവുമാക്കും. അവർ അതിന് ഇരയായിത്തീരും. യിരെമ്യാവിൻ്റെ പുസ്തകത്തിൽ നിന്നും മറ്റൊരു വാക്യം കൂടെ ഞാൻ വായിക്കാം. 23-ാം അധ്യായം 29-ാം വാക്യം: എൻ്റെ വചനം തീ പോലെയും പാറയെ തകർക്കുന്ന ചുറ്റിക പോലെയും അല്ലയോ എന്ന് യഹോവയുടെ അരുളപ്പാട്. ക്രിസ്തു ശിഷ്യന്മാർ സംസാരിക്കുന്ന ദൈവത്തിൻ്റെ വചനം തങ്ങളുടെ ശത്രുക്കളെ ദഹിപ്പിച്ചു കളയുന്ന അഗ്നിയാണ്. അവരുടെ വായിൽ നിന്നും പുറപ്പെടുന്ന ന്യായവിധിയുടെ വചനങ്ങൾ ഏറ്റെടുത്ത് മാനസാന്തരപ്പെടുന്നില്ലെങ്കിൽ അവർ മരണത്തിലേക്ക് പോകേണ്ടി വരും. അവരെ ദഹിപ്പിച്ചു കളയും. 6-ാം വാക്യം: അവരുടെ പ്രവചന കാലത്ത് മഴ പെയ്യാതെ വണ്ണം ആകാശം അടച്ചു കളയുവാൻ അവർക്ക് അധികാരമുണ്ട്. വെള്ളത്തെ രക്തമാക്കുവാനും ഇച്ഛിക്കുമ്പോഴൊക്കെയും സകല ബാധ കൊണ്ടും ഭൂമിയെ ദണ്ഡിപ്പിപ്പാനും അധികാരമുണ്ട്. കഴിഞ്ഞ വാക്യത്തിൽ യേശുക്രിസ്തുവിന്റെ ദാസന്മാരായ ദൈവമക്കൾക്ക് തങ്ങളുടെ ശത്രുക്കളായ ദുഷ്ട മനുഷ്യരുടെ മേൽ ഉള്ള അധികാരവും ശക്തിയും വെളിപ്പെടുത്തിയെങ്കിൽ ഈ 6-ാം വാക്യത്തിൽ പ്രകൃതിയുടെ മേൽ അവർക്കുള്ള അധികാരത്തെയും ശക്തിയെയും വെളിപ്പെടുത്തിയിരിക്കുന്നു. മഴ പെയ്യാതെ വണ്ണം ആകാശം അടച്ചു കളയുവാൻ അവർക്ക് അധികാരമുണ്ട്. ഈ പ്രസ്താവന നമ്മെ ഏലിയാ പ്രവാചകനിൽ എത്തിക്കുന്നു. 1 രാജാക്കന്മാർ 17-ന്റെ 1-7 വാക്യങ്ങൾ ഞാൻ വായിക്കാം. എന്നാൽ ഗിലെയാദിലെ തിശ്ബിയിൽ നിന്നുള്ള തിശ്ബനായ ഏലിയാവ് ആഹാബിനോട്, ഞാൻ സേവിച്ചു നിൽക്കുന്ന ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവയാണ് ഞാൻ പറഞ്ഞല്ലാതെ ഈ ആണ്ടുകളിൽ മഞ്ഞും മഴയും ഉണ്ടാകില്ല എന്ന് പറഞ്ഞു. 7-ാം വാക്യം: എന്നാൽ ദേശത്ത് മഴ പെയ്യായികയാൽ കുറേ ദിവസം കഴിഞ്ഞ ശേഷം തോട് വറ്റിപ്പോയി. പഴയ നിയമ പ്രവാചകന്മാർക്ക് ഉണ്ടായിരുന്ന ഈ അധികാരം പുതിയ നിയമ വിശുദ്ധന്മാർക്കും ദൈവം നൽകിയിട്ടുണ്ട്. യാക്കോബ് 5-17-18 വാക്യങ്ങൾ: ഏലിയാവ് നമുക്ക് സമസ്വഭാവമുള്ള മനുഷ്യൻ ആയിരുന്നു. മഴ പെയ്യാതിരിക്കേണ്ടതിന് അവന് പ്രാർത്ഥനയിൽ അപേക്ഷിച്ചു. 3 സംവത്സരവും 6 മാസവും ദേശത്ത് മഴ പെയ്തില്ല. അവന് വീണ്ടും പ്രാർത്ഥിച്ചപ്പോൾ ആകാശത്തുനിന്ന് മഴ പെയ്തു, ഭൂമിയിൽ ധാന്യം വിളഞ്ഞു. ദൈവമക്കളുടെ ശ്രദ്ധയോടെയുള്ള പ്രാർത്ഥന ദൈവം കേൾക്കുന്നു എന്ന് സ്ഥാപിക്കുവാനാണ് അപ്പസ്തോലൻ ഏലിയാവ് ചെയ്ത അത്ഭുതം ചൂണ്ടിക്കാണിക്കുന്നത്. വിശ്വാസമുണ്ടെങ്കിൽ അനിവാര്യ ഘട്ടങ്ങളിൽ ദൈവമക്കൾക്ക് ഈ അധികാരം പ്രയോഗിക്കാം എന്ന് നമുക്ക് മനസ്സിലാവുന്നു. അടുത്തത് നോക്കാം. വെള്ളത്തെ രക്തമാക്കുവാനും ഇച്ഛിക്കുമ്പോഴൊക്കെയും സകല ബാധ കൊണ്ടും ഭൂമിയെ ദണ്ഡിപ്പിപ്പാനും അധികാരമുണ്ട്. ഈ വചനം നമ്മെ മിസ്രയീമിൽ മോശ മുഖാന്തരം ദൈവം ചെയ്ത അത്ഭുത പ്രവൃത്തികളെ ഓർമ്മിപ്പിക്കുന്നു. വിശുദ്ധന്മാരുടെ പ്രാർത്ഥനയ്ക്ക് മറുപടിയായി ദൈവം സമയാസമയങ്ങളിൽ പലവിധ അനർത്ഥങ്ങളാൽ അല്ലെങ്കിൽ ബാധകളാൽ
ലോകത്തെ ന്യായം വിധിക്കുന്നത് പ്രതീകാത്മകമായി പറഞ്ഞിരിക്കുകയാണ് ഇവിടെ. ഇങ്ങനെയുള്ള വചനങ്ങളെ ആശ്ചര്യമായി വ്യാഖ്യാനിച്ചിട്ടാണ് വ്യാഖ്യാതാക്കൾ ചിലർ പറയുന്നത് ഈ രണ്ട് സാക്ഷികൾ ഏലിയാവും മോശയുമാണെന്ന്. കാരണം അവർ മുഖാന്തരം ദൈവം ചെയ്ത അത്ഭുതങ്ങളാണല്ലോ മുൻ വാക്യങ്ങളിൽ പറഞ്ഞിരിക്കുന്നത്. ഇനി മറ്റൊരു കൂട്ടർ പറയുന്നത് ഈ രണ്ട് സാക്ഷികൾ ഹാനോക്കും ഏലിയാവുമാണെന്നാണ്. അതിനവർ പറയുന്ന കാരണം ഈ രണ്ടുപേരും മരണം കാണാതെ എടുക്കപ്പെട്ടവരാണെന്നും അതുകൊണ്ട് അവർ വന്ന് മരിക്കേണ്ടത് ആവശ്യമാണെന്നുമാണ്. ഈ വാദത്തിനൊന്നും ദൈവവചനത്തിൽ തെളിവില്ല എന്ന കാര്യം നമ്മൾ ഓർക്കണം. അവരുടെ മറ്റൊരു വാദം കർത്താവിൻ്റെ വലുതും ഭയങ്കരവുമായ നാൾ വരും മുമ്പേ ഏലിയ പ്രവാചകനെ അയക്കുമെന്ന് വചനം പറയുന്നുണ്ടെന്നാണ്. മലാക്കി 4:5 വചനം ഞാൻ വായിക്കാം. യഹോവയുടെ വലുതും ഭയങ്കരവുമായ നാൾ വരുന്നതിന് മുമ്പ് ഞാൻ നിങ്ങൾക്ക് ഏലിയ പ്രവാചകനെ അയക്കും. ഈ പ്രവചനത്തെ സംബന്ധിച്ച് കർത്താവിൻ്റെ ശിഷ്യന്മാർക്കും സംശയമുണ്ടായിരുന്നു. അവർക്ക് കർത്താവ് കൊടുത്ത മറുപടി തന്നെയാണ് ഈ വാദക്കാർക്കുള്ള മറുപടിയും. 1-2 വാക്യങ്ങൾ ഞാൻ വായിക്കാം. മത്തായിയുടെ സുവിശേഷം 17-ാം അധ്യായം 10 മുതൽ 13 വരെ വാക്യങ്ങൾ. ശിഷ്യന്മാർ അവനോട്, എന്നാൽ ഏലിയാവ് മുമ്പേ വരേണ്ടത് എന്ന് ശാസ്ത്രിമാർ പറയുന്നത് എന്ത് എന്ന് ചോദിച്ചു. അതിനവൻ, ഏലിയാവ് വന്ന് സകലവും യഥാസ്ഥാനത്താക്കും സത്യം. എന്നാൽ ഏലിയാവ് വന്നു കഴിഞ്ഞു എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. എങ്കിലും അവർ അവനെ അറിഞ്ഞുകൊള്ളാതെ തങ്ങൾക്ക് തോന്നിയതെല്ലാം അവനോട് ചെയ്തു. അവൻ മനുഷ്യപുത്രനും അവരാൽ കഷ്ടപ്പെടുവാനുണ്ട് എന്നുത്തരം പറഞ്ഞു. അവൻ യോഹന്നാൻ സ്നാപകനെ കുറിച്ച് തങ്ങളോട് പറഞ്ഞു എന്ന് ശിഷ്യന്മാർ ഗ്രഹിച്ചു. മറ്റൊരു വാക്യം കൂടെ വായിക്കാം. മത്തായി 11:10 മുതൽ 14 വരെ. ഞാൻ എൻ്റെ ദൂതനെ നിനക്ക് മുമ്പായി അയക്കുന്നു, അവൻ നിന്റെ മുമ്പിൽ നിനക്ക് വഴിയൊരുക്കും എന്ന് എഴുതപ്പെട്ടിരിക്കുന്നവൻ അവൻ തന്നെ. സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ യോഹന്നാൻ സ്നാപകനേക്കാൾ വലിയവൻ ആരും എഴുന്നേറ്റിട്ടില്ല. സ്വർഗ്ഗരാജ്യത്തിൽ ഏറ്റവും ചെറിയവനോ അവനിലും വലിയവനെന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. യോഹന്നാൻ സ്നാപകന്റെ നാൾ മുതൽ ഇന്നേ വരെ സ്വർഗ്ഗരാജ്യത്തെ ബലാത്കാരം ചെയ്യുന്നു. ബലാത്കാരികൾ അതിനെ പിടിച്ചടക്കുന്നു. സകല പ്രവാചകന്മാരും ന്യായപ്രമാണവും യോഹന്നാൻ വരെ പ്രവചിച്ചു. നിങ്ങൾക്ക് പരിഗ്രഹിപ്പാൻ മനസ്സുണ്ടെങ്കിൽ വരുവാനുള്ള ഏലിയാവ് അവൻ തന്നെ. കർത്താവ് പറഞ്ഞത് കള്ളമാവില്ലല്ലോ. ലൂക്കോസിന് സുവിശേഷം 1-ാം അധ്യായം 17-ാം വാക്യത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നു, അവൻ അപ്പന്മാരുടെ ഹൃദയങ്ങളെ മക്കളിലേക്കും വഴങ്ങാത്തവരെ നീതിമാന്മാരുടെ ബോധത്തിലേക്കും തിരിച്ചുകൊണ്ട് ഒരുക്കമുള്ളൊരു ജനത്തെ കർത്താവിന് വേണ്ടി ഒരുക്കുവാൻ അവന് മുമ്പായി ഏലിയാവിൻ്റെ ആത്മാവോടും ശക്തിയോടും കൂടെ നടക്കും. ഇത് സ്നാപയോഹന്നാന്റെ ജനനത്തിന് മുമ്പ് ഗബ്രിയേൽ ദൂതൻ അവൻ്റെ പിതാവായ സക്രിയ പുരോഹിതനോട് അറിയിച്ച വാക്കുകളാണ്. ഏലിയാവിൻ്റെ ആത്മാവോടും ശക്തിയോടും കൂടി കർത്താവിന് മുമ്പേ യോഹന്നാൻ വരുമെന്ന്. ഇതറിയാമായിരുന്നത് കൊണ്ടാണ് ഏലിയാവ് വന്നു കഴിഞ്ഞു എന്ന് കർത്താവ് പറഞ്ഞത്. 7-ാം വാക്യം. അവർ തങ്ങളുടെ സാക്ഷ്യം തികച്ച ശേഷം ആഴത്തിൽ നിന്ന് കയറി വരുന്ന മൃഗം അവരോട് പടവെട്ടി അവരെ ജയിച്ചു കൊന്നുകളയും. സാക്ഷ്യം തികയ്ക്കുക, വേല തികയ്ക്കുക, സഭയുടെ സുവിശേഷീകരണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കുക. അത് പൂർത്തിയായി കഴിയുമ്പോൾ ആഴത്തിൽ നിന്ന് കയറി വരുന്ന മൃഗം അവരോട് പടവെട്ടി അവരെ ജയിച്ചു കൊന്നുകളയും. മൃഗം ഒരു രാജ്യത്തെയോ അതിൻ്റെ ഭരണാധികാരിയോ കാണിക്കുവാൻ ഉപയോഗിച്ചിരിക്കുന്ന പ്രതീകമാണ് മൃഗം. ഉദാഹരണത്തിന് ദാനിയേൽ 7:3 മുതലുള്ള വാക്യങ്ങളിൽ 4 മൃഗങ്ങളെ നമുക്ക് കാണാം. പ്രസക്തമായ വാക്യങ്ങൾ മാത്രം ഞാൻ വായിക്കാം. ദാനിയേൽ 7:3. അപ്പോൾ തമ്മിൽ പേരിച്ചിരിക്കുന്ന 4 മഹാമൃഗങ്ങൾ സമുദ്രത്തിൽ നിന്ന് കരേറി വന്നു. അതിൻ്റെ 17-ാം വാക്യത്തിൽ ഇങ്ങനെ കാണുന്നു, ആ 4 മഹാമൃഗങ്ങൾ ഭൂമിയിൽ ഉണ്ടാകുവാനിരിക്കുന്ന 4 രാജാക്കന്മാരാകുന്നു. ഇവിടെ 4 രാജ്യങ്ങളെക്കുറിച്ചാണ് വെളിപ്പെടുത്തിയിരിക്കുന്നത്. ഒന്നാമത്തേത് ബാബിലോൺ, 2 മേദ്യ പേർഷ്യ, 3 ഗ്രീക്ക്, 4 റോം. വിശുദ്ധന്മാരെ ജയിച്ച് നശിപ്പിക്കുന്ന മൃഗത്തെക്കുറിച്ച് വെളിപ്പാട് 13-ലും 17-ലും വെളിപ്പെടുത്തിയിരിക്കുന്നു. ആ ഭാഗങ്ങൾ പഠിക്കുമ്പോൾ ഈ മൃഗത്തെക്കുറിച്ച് വിശദമായി നമുക്ക് പഠിക്കാം. ഇപ്പോൾ വെളിപ്പാട് 13-ലെ ചില വാക്യങ്ങൾ മാത്രം ഞാൻ വായിക്കാം.
വെളിപ്പാട് 13:2-5-7. ഞാൻ കണ്ട മൃഗം പുള്ളിപ്പുലിക്ക് സദൃശവും അതിൻ്റെ കാൽ കരടിയുടെ കാൽ പോലെയും വായ് സിംഹത്തിൻ്റെ വായ് പോലെയും ആയിരുന്നു. അതിന് മഹാസർപ്പം തൻ്റെ ശക്തിയും സിംഹാസനവും വലിയ അധികാരവും കൊടുത്തു. 5-ാം വാക്യം. വമ്പും ദൂഷണവും സംസാരിക്കുന്ന വായ അതിന് ലഭിച്ചു. 42 മാസം പ്രവർത്തിപ്പാൻ അധികാരവും ലഭിച്ചു. 7-ാം വാക്യം. വിശുദ്ധന്മാരോട് യുദ്ധം ചെയ്ത് അവരെ ജയിപ്പാനും അതിന് അധികാരം ലഭിച്ചു. സകല ഗോത്രത്തിന്മേലും വംശത്തിന്മേലും ഭാഷമേലും ജാതിമേലും അധികാരവും ലഭിച്ചു. എതിർക്രിസ്തു എന്നോ അധർമ്മമൂർത്തി എന്നോ വേദപുസ്തകം വിശേഷിപ്പിക്കുന്ന മൃഗമാണിത്. 1-2 കാര്യങ്ങൾ മാത്രം ഇപ്പോൾ ഇവനെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാം. 2-ാം വാക്യത്തിൽ അതിന് മഹാസർപ്പം തൻ്റെ ശക്തിയും സിംഹാസനവും വലിയ അധികാരവും കൊടുത്തു എന്ന് പറഞ്ഞിരിക്കുന്നത് ശ്രദ്ധിക്കുക. സാത്താൻ്റെ തൻ്റെ ശക്തിയും അധികാരവും കൊടുത്ത് ഇവനെ തൻ്റെ സിംഹാസനത്തിൽ ഇരുത്തി ഒരു ഏകലോക ചക്രവർത്തിയായി മുഴു ലോകത്തെയും അടക്കി ഭരിക്കുകയാണ് ചെയ്യുന്നത്. 7-ാം വാക്യത്തിൽ വിശുദ്ധന്മാരുടെ യുദ്ധം ചെയ്ത് അവരെ ജയിപ്പാനും അതിന് അധികാരം ലഭിച്ചു എന്ന് പറഞ്ഞിരിക്കുന്നു. ഇവനാണ് ഒടുവിൽ ക്രിസ്തുവിൻ്റെ സാക്ഷികളായ വിശുദ്ധന്മാരുടെ പടവെട്ടി അവരെ ജയിച്ച് കൊന്നുകളയുന്നത്. ദൈവസഭ മഹാപീഡനത്തിലൂടെ കടക്കില്ല എന്ന് പറയുന്നവർ ഇത് ദൈവസഭയുടെ അവസാന പരീക്ഷയാണെന്നുള്ള കാര്യം മറക്കരുത്. ഇതും സഭ ജയിച്ചേ മതിയാകൂ. ഇവിടെ പറയുന്ന വിശുദ്ധന്മാർ മഹോദരകാലത്ത് രക്ഷിക്കപ്പെടുന്ന യഹൂദന്മാരാണെന്നാണ് അവർ പറയുന്നത്. മഹോദരകാലം എന്ന് അവർ പറയുന്ന 7 വർഷത്തിൻ്റെ ആദ്യപാദത്തിൽ രക്ഷിക്കപ്പെടുന്ന 144,000 പേരും അവരുടെ പ്രവർത്തന ഫലമായി 2-ാം പാദത്തിൽ രക്ഷിക്കപ്പെടുന്ന മഹാപുരുഷാരവും. ഇതിനൊന്നും വചനത്തിൽ തെളിവില്ലാത്ത കാര്യങ്ങളാണ്. ദാനിയേൽ പ്രവചനത്തിലെ 70 ആഴ്ചവട്ടം എന്ന വിഷയം നാം പഠിച്ചപ്പോൾ ഇവരുടെ 7 വർഷക്കണക്ക് തെറ്റാണെന്ന് വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ മനസ്സിലാക്കിയതാണ്. നമ്മുടെ പഠനത്തിലേക്ക് വരാം. 8-ാം വാക്യം. അവരുടെ കർത്താവ് ക്രൂശിക്കപ്പെട്ടതും ആത്മീകമായി സോദോം എന്നും മിസ്രയീം എന്നും പേരുള്ളതുമായ മഹാനഗരത്തിൻ്റെ വീതിയിൽ അവരുടെ ശവം കിടക്കും. യേശുവിൻ്റെ സാക്ഷികളുടെ ശവം കിടക്കുന്ന ഈ മഹാനഗരം ഏതാണ്? ജെറുസലേമാണെന്ന് ഭൂരിപക്ഷം പണ്ഡിതന്മാരും അഭിപ്രായപ്പെടുന്നു. അവരുടെ ഈ അഭിപ്രായം ശരിയാണോ എന്ന് നമുക്ക് വചനത്തിൽ തന്നെ പരിശോധിക്കാം. ആ വാക്യത്തിൽ തന്നെ അതിനുള്ള ഉത്തരം നൽകുന്നുണ്ട്. അവരുടെ കർത്താവ് ക്രൂശിക്കപ്പെട്ടതും ആത്മീയമായി സോദോം എന്നും മിസ്രയീം എന്നും പേരുള്ളതുമായ മഹാനഗരം. അവരുടെ കർത്താവ് അല്ലെങ്കിൽ സാക്ഷികളുടെ കർത്താവ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ക്രൂശിക്കപ്പെട്ടത് ഗോൽഗോത്ത മലയിലായിരുന്നു എന്ന് നമുക്കറിയാം. ഗോൽഗോത്ത ഇതൊരു അരാമിക് പദമാണ്. അതിൻ്റെ അർത്ഥം സ്കൾ അല്ലെങ്കിൽ തലയോട് എന്നാണ്. തലയോട് പോലെ തോന്നിക്കുന്ന ഇതിൻ്റെ ആകൃതിയാണ് ഈ മലയ്ക്ക് ഗോൽഗോത്ത എന്ന പേര് ലഭിക്കുവാൻ കാരണമായത്. മത്തായി സുവിശേഷം 27:33 ഈ സ്ഥലത്തിന് തലയോടിടം എന്ന അർത്ഥം പറഞ്ഞു കാണുന്നു. മത്തായി 27:33 തലയോടിടം എന്നർത്ഥമുള്ള ഗോൽഗോത്ത എന്ന സ്ഥലത്തെത്തിയപ്പോൾ അവന് കയ്പ് കലക്കിയ വീഞ്ഞ് കുടിപ്പാൻ കൊടുത്തു. അത് രുചിച്ചു നോക്കിയാറേ അവന് കുടിപ്പാൻ മനസ്സായില്ല. ഇവിടെ ക്രൂശിക്കപ്പെടുന്നവരുടെ തലയോട്ടുകൾ ഇടുവാൻ ഈ സ്ഥലവും ഉപയോഗിച്ചിരുന്നത് കൊണ്ടാകാം തലയോടിടം എന്ന് ഈ സ്ഥലം അറിയപ്പെട്ടത്. ഗോൽഗോത്തായ്ക്ക് തുല്യമായ ലാറ്റിൻ പദമാണ് കാൽവരിയ, കാൽവരി മല. ഇത് ജെറുസലേമിലാണെന്ന് പലരും തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് യേശുവിനെ ക്രൂശിച്ചത് യെരുശലേമിലാണെന്ന് അവർ പറയുന്നത്. യേശു ക്രൂശിക്കപ്പെട്ടത് യെരുശലേം നഗരത്തിന് പുറത്താണെന്ന് വചനം പറയുന്നു. എബ്രായർ 13:11-12 വാക്യങ്ങൾ. മഹാപുരോഹിതൻ പാപപരിഹാരമായി രക്തം വിശുദ്ധ മന്ദിരത്തിലേക്ക് കൊണ്ടുപോകുന്ന മൃഗങ്ങളുടെ ഉടൽ പാളയത്തിന് പുറത്തു വെച്ച് ചുട്ടുകളയുന്നു. അങ്ങനെ യേശുവും സ്വന്തം രക്തത്താൽ ജനത്തെ വിശുദ്ധീകരിക്കേണ്ടതിന് നഗരവാതിന് പുറത്തു വച്ച് കഷ്ടമനുഭവിച്ചു. അപ്പോൾ സാക്ഷികളുടെ കർത്താവ് ക്രൂശിക്കപ്പെട്ട മഹാനഗരം ജെറുസലേമല്ലെന്ന് നമുക്ക് മനസ്സിലായി. മാത്രമല്ല ജെറുസലേമിനെ വിശുദ്ധ നഗരമെന്നാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത്. 11-ാം അധ്യായം 2-ാം വാക്യത്തിൽ നമ്മളിത് കണ്ടതാണ്. ഇനി ആത്മീയമായി സോദോം എന്നും മിസ്രയീം എന്നും പേരുള്ള മഹാനഗരം. സോദോം
അധാർമികതയുടെയും മ്ലേച്ഛതകളുടെയും ദുർനടപ്പിൻ്റെയും പട്ടണമായിരുന്നു. ഇന്ന് ഈ പുതിയ നിയമകാലത്ത് സകല മ്ലേച്ഛതകളുടെയും അധാർമികതകളുടെയും പ്രതീകമായി സോദോം കണക്കാക്കപ്പെടുന്നു. മിസ്രയീം ദൈവജനത്തെ സംബന്ധിച്ച് അടിമത്തത്തിൻ്റെയും പീഡനത്തിൻ്റെയും കഷ്ടതയുടെയും പ്രതീകമാണ് മിസ്രയീം. മഹാനഗരം. മൂന്നാം ദാഹളത്തെക്കുറിച്ച് പഠിച്ചപ്പോൾ വെളിപ്പാട് പുസ്തകം 17-ാം അധ്യായത്തിൽ വെളിപ്പെടുത്തിയിരിക്കുന്ന ഭൂമിയിലെ വേശ്യമാരുടെയും മ്ലേച്ഛതയുടെയും മാതാവായ ഒരു മഹാനഗരത്തെ നാം കണ്ടു. എതിർ ക്രിസ്തീയ ലോകത്തിൻ്റെ പ്രതീകമായ മഹദിയാം ബാബിലോൺ എന്ന മഹാനഗരം ഭൂരാജാക്കന്മാരുടെ മേൽ രാജ്യത്വമുള്ള മഹാനഗരം തന്നെ. ഇപ്പോൾ യേശുക്രിസ്തുവിൻ്റെ സാക്ഷികളുടെ ജഡം കിടക്കും എന്ന് പറഞ്ഞിരിക്കുന്നത് എവിടെയാണെന്ന് ഏതാണ്ട് നമുക്ക് മനസ്സിലായി. ഈ ഭൂമിയുടെ പരപ്പിൽ തന്നെ. ദൈവമക്കൾ എവിടെയാണോ കൊല്ലപ്പെടുന്നത് അവിടെ. 9-ാം വാക്യം. സകല വംശക്കാരും ഗോത്രക്കാരും ഭാഷക്കാരും ജാതിക്കാരും അവരുടെ ശവം 3.5 ദിവസം കാണും. അവരുടെ ശവം കല്ലറിയിൽ വെപ്പാൻ സമ്മതിക്കയില്ല. ഇങ്ങനെ വധിക്കപ്പെടുന്ന സാക്ഷികളുടെ ശവം സകല വംശക്കാരും ഗോത്രക്കാരും ഭാഷക്കാരും ജാതിക്കാരും കാണും എന്ന് പറഞ്ഞാൽ എല്ലാ വിഭാഗം മനുഷ്യരും കാണുമെന്ന്. ഒരു സമൂഹമായി ഒന്നിച്ചു കാണുമെന്നല്ല. സഭ ഭൂമിയിൽ ഉടലെടുത്ത നാൾ മുതൽ യേശുവിൻ്റെ സാക്ഷികളായി വിശുദ്ധന്മാർ പീഡിപ്പിക്കപ്പെടുവാനും കൊല്ലപ്പെടുവാനും ആരംഭിച്ചു. സഭ ഭൂമിയിൽ നിന്നും മാറ്റപ്പെടുന്ന സമയത്തോടും അത് തുടരുകയും ചെയ്യും. ഇങ്ങനെ സഭാ കാലയളവ് മുഴുവൻ ലോകത്തെമ്പാടും വധിക്കപ്പെടുന്ന വിശുദ്ധന്മാരുടെ ശവം എല്ലാ ജാതികളിലും ഗോത്രങ്ങളിലും ഭാഷകളിലും വംശങ്ങളിലുമുള്ളവർ കാണും. 3.5 ദിവസം കാണുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. 3.5 ദിവസം നമ്മുടെ കർത്താവിൻ്റെ ഭൂമിയിലെ ശുശ്രൂഷ കാലമായ 3.5 വർഷത്തിന് പകരം 3.5 ദിവസമെന്ന് വിശുദ്ധന്മാരുടെ ശവം ഈ മഹാനഗരത്തിൽ കിടക്കുന്ന സഭാ കാലയളവിനെ പ്രതീകാത്മകമായി പറഞ്ഞിരിക്കുകയാണ് ഇവിടെ. ഈ കാലഘട്ടത്തെ 1260 ദിവസമെന്നും 42 മാസമെന്നുമൊക്കെ പറഞ്ഞത് നേരത്തെ നമ്മൾ കണ്ടതാണ്. വിശുദ്ധന്മാരുടെ കഷ്ടതയുടെയും നിന്ദയുടെയും ദിനങ്ങളെ വളരെ ചെറിയ ഒരു കാലഘട്ടമായി പറഞ്ഞിരിക്കുന്നു. വിശുദ്ധന്മാർക്ക് ലഭിക്കുവാൻ പോകുന്ന നിത്യ തേജസ്സുമായി താരതമ്യപ്പെടുത്തിയാണ് അവരുടെ കഷ്ടങ്ങളെ ചെറുതായി പറഞ്ഞിരിക്കുന്നത്. ഉദാഹരണത്തിന് 10 ദിവസം നിങ്ങൾക്ക് ഉപദ്രവമുണ്ടാകുമെന്ന് വെളിപ്പാട് 2:10 കർത്താവ് സ്മുർണ്ണ സഭയോട് പറഞ്ഞത് നമ്മൾ ഓർക്കുന്നുണ്ടല്ലോ. 2 കൊരിന്ത്യർ 4:10 ഞൊടി നേരത്തേക്കുള്ള നിങ്ങളുടെ ലഘുവായ കഷ്ടം എന്ന് പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞിരിക്കുന്നത് നമുക്കറിയാം. ബാക്കി നോക്കാം. അവരുടെ ശവം കല്ലറയിൽ വെപ്പാൻ സമ്മതിക്കുകയില്ല. ആഴത്തിൽ നിന്ന് കയറി വരുന്ന മൃഗം കൊന്നു കളഞ്ഞിട്ട് തെരുവേദികളിൽ കിടക്കുന്ന വിശുദ്ധന്മാരുടെ ശവം മറവ് ചെയ്യുവാൻ അവർ സമ്മതിക്കുകയില്ല. സങ്കീർത്തനങ്ങളിൽ നിന്നും ഒരു ഭാഗം ഞാൻ വായിക്കാം. 79-ാം സങ്കീർത്തനം 1 മുതൽ 3 വരെ വാക്യങ്ങൾ. ദൈവമേ, ജാതികൾ നിന്റെ അവകാശത്തിലേക്ക് കടന്നിരിക്കുന്നു. അവർ നിന്റെ വിശുദ്ധ മന്ദിരത്തെ അശുദ്ധമാക്കുകയും യെരുശലേമിനെ കൽക്കുന്നുകളാക്കുകയും ചെയ്തിരിക്കുന്നു. അവർ നിന്റെ ദാസന്മാരുടെ ശവങ്ങളെ ആകാശത്തിലെ പക്ഷികൾക്കും നിന്റെ വിശുദ്ധന്മാരുടെ മാംസത്തെ കാട്ടുമൃഗങ്ങൾക്കും ഇരയായി കൊടുത്തിരിക്കുന്നു. അവരുടെ രക്തത്തെ വെള്ളം പോലെ അവർ യെരുശലേമിന് ചുറ്റും ചീന്തിക്കളഞ്ഞു. അവരെ കുഴിച്ചിടുവാൻ ആരും ഉണ്ടായിരുന്നതുമില്ല. യേശുക്രിസ്തുവിന്റെ 2-ാം വരവിന് തൊട്ടു മുമ്പ് സഭയുടെ അവസ്ഥ സങ്കീർത്തനക്കാരൻ ഇവിടെ വിവരിച്ചിരിക്കുന്നതിന് സമാനമായിരിക്കും. അവരുടെ ശവം തെരുവീതികളിൽ പരസ്യമായി കിടക്കും. മറവ് ചെയ്യുവാൻ അവരുടെ കാതകർ സമ്മതിക്കില്ല. മൃഗങ്ങൾക്കും പക്ഷികൾക്കും അവർ ഭക്ഷണമായി തീരും. ഈ അവസ്ഥ ദീർഘനാൾ തുടരില്ല, 3.5 ദിവസം മാത്രം. 1 വചനഭാഗം ഞാൻ വായിക്കാം. റോമാലേഖനം 8-ാം അധ്യായം 18-ാം വാക്യം. നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല എന്ന് ഞാൻ എണ്ണുന്നു. ഇങ്ങനെ എണ്ണി കാത്തിരിക്കുന്നവരാണ് കർത്താവായ യേശുക്രിസ്തുവിന്റെ സാക്ഷികൾ. 2 കൊരിന്ത്യർ 4:17 അപ്പോസ്തലൻ പറഞ്ഞതുപോലെ ഞൊടി നേരത്തേക്കുള്ള ഞങ്ങളുടെ ലഘുവായ കഷ്ടം അത്യന്തം അനവധിയായി തേജസ്സിന്റെ നിത്യകന ഞങ്ങൾക്ക് കിട്ടുവാൻ ഹേതുവാകുന്നു. ഈ പ്രത്യാശയോടെ കാത്തിരിക്കുന്നവരാണ് യേശുക്രിസ്തുവിന്റെ സാക്ഷികളായ വിശുദ്ധന്മാർ. ഈ പ്രത്യാശ കൈവിടാതെ നമ്മൾ ജീവിക്കുന്ന ഈ കാലത്തിലെ കഷ്ടം സാരമില്ലെന്നെണ്ണി നിത്യ തേജസ്സിനായി കാത്തിരിപ്പാൻ
ദൈവം നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ പഠനം ഇവിടെ നിർത്തുന്നു. എന്നെ ശ്രവിച്ച എല്ലാവർക്കും വേഗം വരുന്നവനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എൻ്റെ നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. പ്രൈസ് ദി ലോർഡ്.